വെറൈറ്റി ദോശകളുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ ഉടൻ വരുന്നു. വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം, ഇഡ്ഡലി, ചപ്പാത്തി, പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു. രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ് ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം. ഓപ്പണിംഗ് ഷോർട്ട്ലി. ദോശ ഡൈൻ. ഫോൺ 9447670162 9207404805. കല്ലേപ്പാടം ഹിദായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയിൽ തിരഞ്ഞെടുപ്പ് നടന്നു. മദ്രസ ലീഡർ സ്ഥാനത്തേക്കായിരുന്നു ബാലറ്റ് വോട്ടിംഗ് പ്രക്രിയ ഉപയോഗിച്ചുള്ള തിരഞ്ഞെടുപ്പ് നടന്നത്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം, പെരുമാറ്റച്ചട്ടം, സൂക്ഷ്മ പരിശോധന, ചിഹ്നം അനുവദിക്കൽ, മീറ്റ് ദി കാൻഡിഡേറ്റ്, ഇലക്ഷൻ പ്രചരണം തുടങ്ങി പൊതു തിരഞ്ഞെടുപ്പിലെ എല്ലാ പ്രക്രിയയെപ്പറ്റിയും വിദ്യാർത്ഥികൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്ന വിധത്തിലാണ് വോട്ടെടുപ്പ് നടന്നത്. വിദ്യാർത്ഥികൾക്ക് അവരുടെ പുസ്തകങ്ങളിൽ പഠിപ്പിച്ചിട്ടുള്ള ജനാധിപത്യ തിരഞ്ഞെടുപ്പ് രീതി എങ്ങനെ വിനിയോഗിക്കണമെന്ന് പ്രായോഗികമായി മനസ്സിലാക്കാനും സമൂഹത്തിൽ ഉത്തരവാദിത്വ ബോധം വളർത്താനും സാധിക്കുമെന്ന് പ്രധാനാധ്യാപകൻ മുഹമ്മദ് സുലൈമാൻ അൽ മദനി പറഞ്ഞു. മദ്രസയിൽ നടക്കുന്ന ഇത്തരം സംരംഭങ്ങൾ ധാർമ്മിക ബോധമുള്ള വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുമെന്ന് കല്ലേപ്പാടം മഹല്ല് ജനറൽ സെക്രട്ടറി അബ്ദുൾ സലാം അഭിപ്രായപ്പെട്ടു. 91% വിദ്യാർത്ഥികൾ വോട്ട് ചെയ്തതായി ഇലക്ഷൻ കമ്മീഷണറായ മദ്രസ പൂർവ്വ വിദ്യാർത്ഥി അഡ്വക്കേറ്റ് മുഹമ്മദ് നവാസ് അറിയിച്ചു. ഇലക്ഷൻ ഫലപ്രഖ്യാപനവും സത്യപ്രതിജ്ഞയും ഞായറാഴ്ച മദ്രസയിൽ വെച്ച് നടക്കും. പ്രിസൈഡിംഗ് ഓഫീസറായ മദ്രസ അധ്യാപകൻ സയ്യിദ് അലവി കോയത്തങ്ങൾ, പോളിംഗ് ഓഫീസർമാരായ സലീം ലത്തീഫി, സൈനുദ്ദീൻ റുഷ്ദി, മുഹമ്മദ് വഹബി തുടങ്ങിയവർ തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. തികച്ചും ഭരണഘടന നമ്മളിലേക്ക് തരുന്ന അതേ ഇലക്ഷൻ്റെ പ്രോസസ്സ് തന്നെയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. പ്രിസൈഡിംഗ് ഓഫീസേഴ്സ്, അതുപോലെ പോളിംഗ് ഓഫീസേഴ്സ്, പോളിംഗ് സ്റ്റേഷൻ, പോളിംഗ് ബൂത്ത് എല്ലാം അതുപോലെ തന്നെ സജ്ജീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ മദ്രസയിലെ വിദ്യാർത്ഥികൾക്ക് ഒരു പൗരബോധം ഉണ്ടാക്കുകയും ജനാധിപത്യ ബോധം ഉണ്ടാക്കാനും ഈ ഇലക്ഷൻ വളരെ ഉപകാരപ്പെടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഈ ഇലക്ഷനിലൂടെ കുട്ടികളിലേക്ക് ഒരു ധാർമ്മിക ബോധവും പിന്നെ 18 വയസ്സ് കഴിഞ്ഞാൽ നിർബന്ധം അവർക്ക് ലഭിക്കുന്ന വോട്ടവകാശത്തെ കൃത്യമായി വിനിയോഗിക്കാനുള്ള ഒരു പ്രാക്ടീസ് കൂടി ഈ ഇലക്ഷൻ ആയി മാറുമെന്ന് ഞങ്ങൾ ഇതിലൂടെ വിശ്വസിക്കുന്നു. റൈറ്റ് വിഷൻ ന്യൂസ്, പഴയന്നൂർ. ഈ കഥ ഇപ്പോൾ +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥിയുടെ ഭാവിയിലെ അനുഭവമാകാം. 2016 ഞങ്ങൾ +2-ൽ ചേർന്നു. ഞങ്ങളെല്ലാം ഒരേ സ്കൂളിലാണ് പോകുന്നത്. 2018 ഞങ്ങൾ ഡിഗ്രി കോഴ്സുകളിൽ പ്രവേശനം നേടി. ഞങ്ങൾ ബ്രിഡ്കോയിൽ ചേർന്നു, കൂടെ ഡിസ്റ്റന്റ് ഡിഗ്രിക്കും ചേർന്നു. 2019 ഞങ്ങൾ ഡിഗ്രി 2ാം വർഷം പഠിക്കുന്നു. ഞങ്ങൾ ഡൽഹിയിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു. 2020 ഞങ്ങൾ 3ാം വർഷം ഡിഗ്രി പഠിക്കുന്നു. ഞങ്ങൾക്ക് ദുബായിൽ ജോലി ലഭിച്ചു. 2021 ഞങ്ങൾ PG പഠനം തുടങ്ങി. ഞങ്ങൾ മാസം 50,000 രൂപ സമ്പാദിക്കാൻ തുടങ്ങി. ഡിഗ്രി പൂർത്തിയാക്കുകയും ചെയ്തു. 2022 ഞങ്ങൾ PG പഠനം തുടരുകയാണ്. ഞങ്ങൾ വിദേശത്ത് ഒരു പുതിയ ഷോപ്പ് ആരംഭിച്ച് 75,000 മുതൽ 1,00,000 വരെ മാസം സമ്പാദിക്കുന്നു. 2023 ഞങ്ങൾക്കൊരു ജോലി തരുമോ? യെസ്, ഇവിടെ ജോലി നൽകുന്നുണ്ട്. ഇനിയും വർഷങ്ങൾ വീട്ടുകാരെ ആശ്രയിച്ച് ഹയർ എഡ്യൂക്കേഷൻ പഠിച്ച് തൊഴിലന്വേഷകനാകണോ? വളരെ പെട്ടെന്ന് വീട്ടുകാരെ സഹായിക്കാൻ ഉതകുന്ന ജോലിയും വരുമാനവും സംരംഭകത്വവും ലഭിക്കുന്ന സ്കിൽ എഡ്യൂക്കേഷൻ നേടണോ? സ്മാർട്ടായി തിരഞ്ഞെടുക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9947656565.